സെപ്റ്റംബർ 7 വിശുദ്ധ ക്ലൗഡ്. AD 522 വിശുദ്ധ ക്ലൗഡ് ജനിച്ചു. മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് ക്ലൗഡിനെയും 2 സഹോദരന്മാരെയും അവരുടെ മുത്തശ്ശി പരിപാലിച്ചു. പിതാവിൻ്റെ സിംഹാസനം പിടിച്ചെടുക്കാനായി ക്ലൗഡിൻ്റെ അമ്മാവന്മാർ ശ്രമിച്ചു. ഇതിനായി ക്ലൗഡിനെയും 2 സഹോദരന്മാരെയും വധിക്കാൻ ശ്രമിച്ചു. സഹോദരന്മാരെ കൊല്ലുന്നതിൽ അവർ വിജയിച്ചു. എന്നാൽ ക്ലൗഡ് രക്ഷപ്പെട്ടു. പാരീസിൽ നിന്ന് അല്പമകലെയുള്ള റീംസിലെ ബിഷപ്പായ വിശുദ്ധ റെമീജിയസിൻ്റെ അടുത്ത് അഭയം തേടി. ബിഷപ്പിൻ്റെയും മുത്തശ്ശിയുടെയും മാർഗനിർദ്ദേശത്തിലും സംരക്ഷണത്തിലും ക്ലൗഡ് കുട്ടിക്കാലം മുതൽ യൗവനം വരെ വളർന്നു. ഈ രൂപീകരണ വർഷങ്ങളിൽ അദ്ദേഹം നിശബ്ദതയിലൂടെയും ഏകാന്തതയിലൂടെയും ദൈവത്തോട് കൂടുതൽ അടുത്തു. 20-ാമത്തെ വയസ്സിൽ ക്ലൗഡ് ആശ്രമം വിട്ടു. പാരീസ് ബിഷപ്പിൻ്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. ക്ലൗഡ് തൻ്റെ രാജകീയ വസ്ത്രം ധരിച്ചു. ഒരു കൈയിൽ കത്രികയും മറുകൈയിൽ പരുക്കൻ വസ്ത്രവും പിടിച്ചു. ഭൗതിക സമ്പത്തിനേക്കാൾ തൻ്റെ ഇഷ്ടപ്പെട്ട ആത്മീയത്തിൻ്റെ പ്രതീകമായി അദ്ദേഹം ആ പരുക്കൻ വസ്ത്രം ധരിച്ചു. ബിഷപ്പ് രാജകീയതയുടെ പ്രതീകമായിരുന്ന മുടി മുറിച്ചു. തൻ്റെ ആശ്രമത്തിലെ നിശബ്ദതയിലും ഏകാന്തതയിലും ക്ലൗഡ് തൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണനകൾ സ്ഥാപിച്ചു. വിശുദ്ധ സേവറിൻ സന്യാസി മരിച്ച ശേഷം ക്ലൗഡ് പാരീസ് വിട്ട് വനത്തിൽ ഏകാന്തത കണ്ടെത്തി. ആളുകളുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായി കൂടുതൽ അടുത്ത് ആശയവിനിമയം നടത്താൻ അദ്ദേഹം നിശബ്ദത തേടി. കാട്ടിൽ അവനെ കണ്ടെത്താൻ ആളുകളെ അയച്ചുകൊണ്ട് ദൈവം അവൻ്റെ പ്രാർത്ഥനകൾക്ക് വിചിത്രമായ രീതിയിൽ ഉത്തരം നൽകി. ക്ലൗഡിന് ദുരിതമനുഭവിക്കുന്നവരുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും സുഖപ്പെടുത്താനുള്ള വരമുണ്ടെന്ന് മനസ്സിലാക്കിയതിനാൽ അവർ 100 കണക്കിന് പേർ വന്നു. രോഗശാന്തിയുടെയും അനുരഞ്ജനത്തിൻ്റെയും ശുശ്രൂഷയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. AD 551 ക്ലൗഡ് ചർച്ച് ഓഫ് പാരീസ് പുരോഹിതനായി നിയമിക്കപ്പെട്ടു. ഗ്രാമത്തിൽ വിശുദ്ധ ക്ലൗഡ് തൻ്റെ സമ്മാനങ്ങളായ രോഗശാന്തി, കൗൺസിലിംഗ്, പ്രസംഗം, ജനങ്ങൾക്ക് ശുശ്രൂഷയിൽ കുർബാന ആഘോഷിക്കൽ എന്നിവ ഉപയോഗിച്ചു. ഒടുവിൽ അവനുടെ അമ്മാവന്മാർ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കുകയും അവരുടെ അനന്തരവനുമായി അനുരഞ്ജനം നടത്തുകയും ചെയ്തു. കാലക്രമേണ തന്നോടൊപ്പം ചേർന്നവരുടെ നേതാവും അധ്യാപകനുമായി. ഒരു മതസമൂഹം രൂപീകരിച്ചു. ഒരു മഠമോ ആശ്രമമോ പോലെയല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിനും ദൈവജനത്തോടുള്ള സേവനത്തിനും തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന 7 വർഷങ്ങളിൽ വിശുദ്ധ ക്ലൗഡ് താമസിച്ചിരുന്നത് ചർച്ച് ഓഫ് സെന്റ് മാർട്ടിൻ ഓഫ് ടൂർസിനോട് ചേർന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ്. സമൂഹത്താൽ ചുറ്റപ്പെട്ട അദ്ദേഹം AD 560 സെപ്റ്റംബർ 7 38-ാം വയസ്സിൽ ശാന്തനായി മരിച്ചു.